യൂക്കാലിപ്സ് തോട്ടല്ലേ? ആ യൂക്കാലിപ്സ് തോട്ടാണ്. കുറെ ആൾക്കാർ ബസ്സൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? സൂപ്പർ. റബ്ബറും തോട്ടല്ലേ? യൂക്കാലിപ്സ് ആണ്. അങ്ങനെ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കുറെ പൂക്കളൊക്കെ ഉണ്ട്. എന്തിപ്പോ അവിടെ ഒരു പയറിന്റെ കോട്ടലുത്തിയ മാതിരി അല്ലേ? ഓ നോക്ക പീരങ്കി ആക്കണ പയറിന്റെ കോട്ടലുത്തിയ മാതിരിയുള്ള സാധനം. പഴയകാല യുദ്ധോപകരണമാണ്. എന്തോ ഒരു പൂവ്, കാട്ടുപൂവൊക്കെ കയറി. നമ്മളിവിടെ കാട്ടുപൂവൊക്കെ കൊടുത്ത് വലിയ പൂവൊക്കെ കയറാം. റോസ് ഗാർഡനിൽ കൃത്യമായൊരു ടിക്കറ്റ് എടുത്തതിനുള്ള മുതലാകാൻ മാത്രമുള്ള ഇല്ല. റോസ് കുറവാണ്, പൂക്കളും കുറവാണ്. റോസ് ചെടികളും കുറവാണ്, പൂക്കളും കുറവാണ്. കഷണ്ടിത്തലേക്ക് പോരാ. എന്താ കുഴിച്ചിട്ടൂടെ അല്ലേ? മിക്സ് ആണ്, പല പല കളറും മിക്സ് ചെയ്താ കുഴിച്ചിട്ടാണ്. ഒരു വൃത്തിയില്ലല്ലോ. ചെടികൾ ഇല്ലോടത്താണെങ്കിലോ പൂക്കളും ഇല്ല. ഈ സമയത്ത് അതിന്റെ സീസൺ ആവലാണെങ്കിൽ അതാണത്. ഇവിടെ ഇനി ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ നല്ല പൂക്കളുണ്ടാവും. ഇത് നനക്കാനുള്ള കിണറേക്കാരത്. അതേപോലത്തെ ഒരു കിണറിന് ഓടോ കണ്ടു. പൂക്കളും ചെടികളും കുറവാണ്. നല്ല വെയിലുണ്ട്, ഒരു ചൂടില്ലല്ലേ? തണുപ്പനാണ്. തണുപ്പുണ്ടോ? ഊട്ടിയല്ലേ ഊട്ടി. ഇവിടുത്തെ എങ്ങനെയാണ് കുളിച്ചത്? എന്മാതിരി തണുത്ത വെള്ളല്ലേ അവിടുത്തെ? വെള്ളം ആൾക്കാരെ വെള്ളം ചൂടാക്കിയാണ് കുളിക്കുക. അപ്പോൾ എന്തൊരു കരണ്ടും ബില്ലേക്കര ഹീറ്റുണ്ട്. വിറകടുപ്പിൽ ചൂടാക്കിയാണ്ട്, അല്ലാതെ ഹീറ്ററും ഗ്യാസും അല്ല. കരണ്ടും ബില്ല് കണ്ട് കണ്ണ് തള്ളു. അടുപ്പിച്ചില്ല ചില സ്ഥലത്തൊന്നും. ഒരു റോസ് വലിയതാണ്, എല്ലാ പൂത്തിനും പൂവില്ല. ഇതിനൊന്നത്തെ പൂവുണ്ടോ? പേരുണ്ട്, പൂവില്ല. ആൾക്കാരും ഉണ്ട്, ആൾക്കാർ കുറെ ഉണ്ട്. റോസ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ ഫേമസ് ആയ സ്ഥലം. എല്ലാരും അതൊന്ന് കണ്ടു പോവാൻ വന്നേരം. ആൾക്കാര് വേറെ ഏതൊക്കെയോ സംസ്ഥാനത്ത് നിന്നൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. ഈ സൈഡില് നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് ആ സൈഡ് നോക്കി അടക്കണേ. ഒരു റോസ് പൂക്കളില്ലാത്ത റോസ്. ഇതിലൊക്കെ വളകിലോ പൂവിടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഫ്ലവർ ഷോ ഒക്കെയുള്ള സമയത്ത് ആണെങ്കിൽ അതിനുള്ള ഹോർമോൺ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അതൊന്നും ചെയ്യാതെ കയറാം. അപ്പം എല്ലാം നല്ലോണം പൂത്ത്
നല്ല രസീകാരം. ഫ്ലവർ ഷോ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു കാണാം? ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ. അവിടെ ഒരു ബോർഡൊക്കെ ഇവിടെ ഭയങ്കര തിരക്കേകാരം. ഈ ബുഷിന്റെ പേർത്താ? ഇതിന് മലബാർ ബുഷ് എന്നൊക്കെ പറയലുണ്ടായിരുന്നു. ഇതിപ്പോ തമിഴ്നാട്ടിലെ ബുഷല്ലേ. അപ്പൊ തമിഴ് ബുഷേക്കാരാ. അവിടെ ഉള്ള ഒരു പേര് എഴുതിയ ബോർഡ് മുന്നിലെത്തിക്കണം. ചിലപ്പോൾ ആ ബുഷിന്റെ പേരെ അങ്ങ് വായിച്ചാൽ ഇവിടെയൊക്കെ വളം പ്രയോഗിച്ചിരിക്കണം, വളപ്രയോഗം നടത്തിക്കണം. നല്ല മണമുണ്ട്. ചീന മണം. ജൈവവളാണ്. ചാണകം, മാട്ടും കാട്ടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കയറുന്നില്ലേ. കോഴി വളമൊക്കെ കോഴിക്കിങ്ങനെ ഒരു വളം അയ്യോട് കോമ്പിനേഷൻ വന്നു. പുല്ലില്ല, പുല്ലിന് പകരം കരിഞ്ഞ പുല്ല് വെച്ചിരിക്കുന്നു. കരിഞ്ഞ പുല്ല് വെച്ചാലോ ഉണങ്ങിപ്പോയതാണ്. വെച്ചവിടെ വെക്കും. അവർക്ക് കുണ്ടാണ്, അവൻ പോവും. ഞാൻ അവിടെ ചാടി കളിച്ച് പോയതൊന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകൂലെന്നേ. വീണതാണ്. രസമുണ്ട്, പക്ഷെ വേണ്ടതുപോലെ പൂക്കളില്ല. അവിടെ വെള്ളം ചാടാനുള്ളതാ തോന്നുന്നുണ്ട്. വെള്ളം ചാടാനുള്ള കൊടയാണ്. ആയിരം കൊട കൂടി കുത്തിരിക്കുന്നുണ്ട്. വെയിലങ്ങനെ അടിക്കുമ്പൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുത്തെ ക്ലൈമറ്റ് അതവിടെ ഇവിടെയാണ്. അത് ഞാൻ വെള്ളം ചാടുന്നല്ലേ. അതിന് കൊടയൊന്നും അല്ലല്ലോ. ഇവിടെ കണ്ടില്ലാണ്. കൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ. അവിടെ നിർത്തൂല, മരുഭൂമിയൊക്കെ. ഇപ്പോൾ സുഹൃത്തുക്കളെ, റോസ് ഗാർഡനിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടി പട്ടണം. കുറച്ച് വീഡിയോസ് ഇട്ടായിരുന്നു അവിടുന്ന്. വെയിൽ കൊണ്ട് നടക്കണ്ട. പ്രശ്നമല്ല, ഞാൻ നടക്കും. എങ്ങനെയുണ്ട് സ്ലോ മോഷനിൽ നടത്താം? പറയേണ്ടി വരും സ്ലോ മോഷൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ കുളത്തിന്റെ ബാക്കിലെത്തിയിരുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കറങ്ങി 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 തിരിഞ്ഞിങ്ങനെ വന്നോടത്ത്
ഇവിടെ എത്തി. ഒരു വെള്ളമില്ല. വെള്ളമൊന്നുമില്ല. കേടന്നേക്കണ പറ്റിയ പൊടി പറയുന്നതിലൊക്കെ. ഇവിടെ വന്നപ്പോൾ നല്ലോണം പൂവുണ്ടായിട്ടുള്ള സമയത്ത് ആരെങ്കിലും വന്നിക്കണെന്ന് വെച്ചെങ്കിൽ ഒരു കമന്റ് ചെയ്യണം കേട്ടോ. സമയം കൂടി കമന്റ് ചെയ്യണം. ഏത് സമയത്താണ് ഇതിന് പൂക്കളെല്ലാം ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. അറിയണോല് എന്തായാലും കമന്റ് ചെയ്യണം. ആ സമയത്തൊന്ന് വന്നുകൊണ്ട് കാണാനാണ്. എങ്ങനെയൊക്കെ കണ്ട് പോവാനാണ്. വിന്ററിൽ പോയേക്കണം. വിന്ററിൽ നല്ല രസിക്കാം. വിന്ററിൽ പിന്നെ പൂക്കളൊന്നും കാണൂല. ആകെ കോടകാരും ഒന്നും കാണൂലേ. അപ്പൊ നമുക്ക് കോട തട്ടി മാറ്റിട്ട് കാണണം. അപ്പൊ രസാണ്. അപ്പൊ പിന്നെ പൂക്കള് ഭംഗിയൊന്നുമല്ല. കോട പോയ പോലെ അന്ന് ഫുള്ള് കോടേന്. അത് ചുരം കയറി കഴിഞ്ഞാൽ തന്നെയല്ലേ അട്ടിയറിഞ്ഞ സ്ഥലം കിടക്കണ. ഇവിടെ നിന്നുണ്ടായിരുന്നു നാടുകാണിൻ്റെ അപ്പുറത്തില്ലേ. നാടുകാണി ചുരം ഇപ്പൊ അതിറങ്ങണ്ടേ നമുക്ക്. നല്ല രസമുണ്ട് ഇവിടെ. അതാണ് അവിടുത്തെ ഗ്രാമം. കൊച്ചു ഗ്രാമം. കൊച്ചു ഗ്രാമം. കൊച്ചു കൊച്ചു വീടുകളുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. കൊച്ചു കൊച്ചു വീടുകളുള്ള കൊച്ചു ഗ്രാമം. അവിടെ ഫുള്ള് കൊച്ചു ഗ്രാമം. ഊട്ടിയിലെ കൊച്ചു ഗ്രാമം. ഊട്ടിയിലെ കൊച്ചു കൊച്ചു വീടുകളുള്ള കൊച്ചു ഗ്രാമം. മലഞ്ചെരിവ്. ഒരു മലഞ്ചെരുവിലാണ് സംഭവം. ഇതവിടെ കുണ്ടാണ്. ഒരു ഓറഞ്ച് ഗ്രാമങ്ങളൊക്കെ രസമുണ്ട് അല്ലേ. ഗ്രാമരസമുണ്ട്. ഗ്രാമത്തെ വില്ലേജ്, സ്മാൾ വില്ലേജ്. ചിലപ്പോൾ സിറ്റി കയറും. സിറ്റിയാണ് കയറുന്നത്. സിറ്റി അങ്ങനെ എനിക്ക് വലിയ സ്മോൾ സിറ്റി എന്നൊക്കെ പറഞ്ഞറിയിക്കാം. ഊട്ടി പട്ടണം എന്നല്ലേ അറിയില്ലേ. ഊട്ടി സിറ്റിയാണ്. ഊട്ടിപ്പട്ടണം. അപ്പൊ നമ്മൾ ഊട്ടി പട്ടണത്തിലാണ്. അപ്പോ ഊട്ടിയില് കൊറേ അങ്ങനെ എന്തൊക്കെയാണല്ലോ പേരിപ്പോ. മാർഡിഗ് അത്രേ ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. നല്ല രസം. ചെറിയ പൂവ്. അത് റോസാപ്പൂവ്. അപ്പോൾ കണ്ടിട്ടാണ് തോന്നില്ല. പൂക്കളും ചെടികളും ഇല്ലാത്ത കുറേ സ്ഥലങ്ങൾ. കഷണ്ടിയായ സ്ഥലങ്ങൾ. ഇവിടെ ഒരു കുറെ കടലാസ് പൂവിന്റെ പോലുള്ള റോസാപ്പൂക്കൾ ചീയാനായിക്കണത്. ചീഞ്ഞു പോയി. അടുത്ത് ഉണ്ടാവാനായിക്ക മുർജായ ഫൂൽ. അവിടെ പോയി ഇലറ്റ് കളർ റോസാപ്പൂവ് ഞാൻ കണ്ടു. ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ആണ് നോക്കിക്കോ. ഞാൻ വിളിച്ചരാം. ഞാൻ പണ്ടിക്കണ ഇനിപ്പത്തെ അപ്പതേക്ക് നിങ്ങൾ കൊടുത്തുനിന്ന് പോയിക്കും. മര്യാദക്കും പിന്നാലെ വന്നത്. ഇവിടെ രസമുണ്ട്. അവിടെ നല്ല തണലും ഉണ്ട്.
നല്ല മണം ഉണ്ട് കേട്ടോ അവിടെ. വളം പ്രയോഗിച്ചിട്ട് കോഴി വളമാണ് പ്രയോഗിച്ചുകൊണ്ട് കോഴി വളം ഇവിടെ നല്ല കിട്ടും ചെയ്യും. കോഴിവളം തമിഴ്നാട് കോഴിവളക്കടപ്പോ ചാണകപ്പൊടി ഇത് നല്ല രസമുണ്ട്. ആ ചോപ്പും അതിന്റെ കുറച്ചല്ലേ നമുക്ക് കുറച്ച് കൊണ്ടുപോയാലോ? കുറച്ച് ജയില് കിടക്കേണ്ടി വരും. ഫൈന് എത്ര? എത്രയാണോ? അപ്പൊ ഫൈൻ ഉണ്ടാവില്ലേ കട? അവർക്ക് ഫ്രീ ആയി കൊടുത്തൂടെ അതൊക്കെ? ഒരു ചെടികൾ വിൽക്കുന്നുണ്ട് ആ എത്ര? ഓഫീസിൽ. അതാ വെടിയുണ്ട് അത്. ആകെ ഓരോന്നൊക്കെ കാണണല്ലോ അല്ലേ? മതി ഏതായാലും കുഴപ്പമില്ല. ടിക്കറ്റിന് വലിയൊരു ബോർ കുറവില്ല ടിക്കറ്റിനില്ല കേട്ടോ. അല്ലേ? വലിയൊരു ബോർ കുറവില്ല. ബോർ കുറവില്ല കൂടുതൽ. അയ്യോ. ഒന്നുകൂടി ഇവിടെ എന്തിനാ പിന്നെ ഈ പണിക്കാരൊക്കെ നിർത്തിയാണ്? ഇവിടെ കുറെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് ഇവിടെ പുല്ല് പറഞ്ഞ സാധനമല്ലോ. നട്ടുപിടിപ്പിക്കാത്താവോ? വൈലറ്റൊക്കെ അവിടെ ഉണ്ട് കുറച്ച് വൈലറ്റ് അല്ലേ? അവിടെയൊക്കെ വയലറ്റൊക്കെ ഉണ്ട്. വൈലറ്റ് ഉണ്ട്, പച്ചയില്ല. വയലറ്റുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, പനനീർപ്പൂവിൻ്റെ കളറുണ്ട്. അതെന്താ പോവേ? അങ്ങനെ പല കളറുകളുമുണ്ട്. നല്ല ഇഷ്ടമായിട്ടില്ല. ഒക്കെ വാടി ചീഞ്ഞുകൊണ്ടുള്ള കുറേ ഒരു ഫ്രഷില്ല, ഫ്രഷ്നെസ്. ആ അപ്പൊ കുറച്ച് വെയിൽ പോയിട്ടുണ്ട് അല്ലേ? കമ്പിയേരികള് ആ സ്ഥലത്തിൻ്റെ അതിരാണ് അതിര് അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് തരുക. ഓക്കേ. അങ്ങനെ അടുത്ത പൂക്കളും